Good morning all. My name is Anish Kumar at Athena Coaching Center. Today we are discussing about DHA data flow and exam registration. DHA data flow and exam registration എന്താണ് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഹിസ്റ്ററിയാണ് നമ്മളിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. DHA data flow ഹെൽത്ത് കെയർ പ്രൊഫഷണൽ, അതായത് ദുബായിൽ ഒരു ഹെൽത്ത് ലൈസൻസ് കൂടി വർക്ക് ചെയ്യാൻ വേണ്ടി ഒരു നഴ്സസ്, ഡോക്ടേഴ്സ്, ഹെൽത്ത് കെയർ പ്രൊഫഷൻ എല്ലാം എങ്ങനെ രജിസ്റ്റർ ചെയ്യുന്നതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. ഇതിൻ്റെ സ്റ്റെപ്സ് ഓഫ് പ്രോസസ്സ് നോക്കാം. ഡേറ്റ ഫ്ലോ, എക്സാം രജിസ്ട്രേഷൻ, എലിജിബിലിറ്റി, അങ്ങനെ 3 സ്റ്റെപ്സാണ് ഇതിനുള്ളത്. ഫസ്റ്റ് സ്റ്റെപ്പ് ഡേറ്റ ഫ്ലോ. ഡേറ്റ ഫ്ലോ എന്ന് പറയുന്നത് നമ്മുടെ സർട്ടിഫിക്കറ്റ് വെരിഫൈ ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് ഡേറ്റ ഫ്ലോ എന്ന് പറയുന്നത്. എക്സാം രജിസ്ട്രേഷൻ നമുക്ക് DHAയിൽ ഡയറക്റ്റ് രജിസ്റ്റർ ചെയ്ത് നമുക്ക് എക്സാം ഷെഡ്യൂൾ ചെയ്ത് നമുക്ക് എക്സാം എഴുതാവുന്നതാണ്. മൂന്നാമത്തെ സ്റ്റെപ്സ് എലിജിബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് 2 സ്റ്റെപ്സ്, അതായത് ഡേറ്റ ഫ്ലോ, എക്സാം രജിസ്ട്രേഷനും കംപ്ലീറ്റ് ആയതിനു ശേഷം നമ്മൾ എലിജിബിലിറ്റി ദുബായ് ഹെൽത്ത് അതോറിറ്റി സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ്, അതായത് ടെമ്പററി നമുക്കൊരു 1 ഇയർ എലിജിബിൾ ആയിട്ടുള്ള നമുക്കൊരു സർട്ടിഫിക്കറ്റ് തരും. അതിനെയാണ് എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് എന്ന് പറയാം. നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്കിതിൻ്റെ റിക്വയർമെൻറ്റ് ലിസ്റ്റ് നോക്കാം. ജസ്റ്റ് SSLC, +2, ഡിഗ്രി or diploma, valid registration certificate, then experience certificate, good standing certificate, passport copy, passport size photo, BLS certificate. ഇത്രയുമാണ് നമുക്ക് കോമൺ ആയിട്ട് ഇതിന് വേണ്ട റിക്വയർമെൻറ്റ്. ഇനിയും അടുത്തത് ഇതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ. ആരൊക്കെയാണ് ഇതിനകത്ത് എലിജിബിൾ എന്നുള്ള ക്രൈറ്റീരിയ നമുക്ക് നോക്കാം. എലിജിബിലിറ്റി ക്രൈറ്റീരിയയിൽ ഡോക്ടേഴ്സ് ആണെങ്കിൽ നമുക്ക് 3 ഇയർ എക്സ്പീരിയൻസ് ആഫ്റ്റർ UG ഉണ്ടായിരിക്കണം. ഇനി PG ഡോക്ടേഴ്സ് നോക്കാം. PG ഡോക്ടേഴ്സ് ആണെങ്കിൽ ആഫ്റ്റർ ദ PG 3 ഇയർ എക്സ്പീരിയൻസ് ഇൻ എ സ്പെഷ്യലൈസ്ഡ് ഏരിയ. അവർ ഏതിലാണോ സ്പെഷ്യലൈസ് ചെയ്ത് ആ ഏരിയയിൽ 3 ഇയർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കാം. നെക്സ്റ്റ് BDS ഡെൻറ്റിസ്റ്റ് കഴിഞ്ഞവരാണെങ്കിൽ അവർക്ക് UG കഴിഞ്ഞതിന് ശേഷം 3 ഇയർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അവർക്കും അതുപോലെ തന്നെ PG ഡെൻറ്റിസ്റ്റ് ആണെങ്കിൽ ആ റെലവൻറ്റ് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ഏത് ഏരിയയാണോ ആ ഏരിയയിൽ 3 ഇയർ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അവരും എക്സാം എഴുതാൻ എലിജിബിൾ ആണ്. ഓക്കെ, ദെൻ നഴ്സിങ്ങിൻ്റെ ക്രൈറ്റീരിയയിൽ വരുമ്പോൾ നമുക്ക് വിത്തൗട്ട് എക്സ്പീരിയൻസ് നമുക്ക് നഴ്സസിന് എക്സാമിന് എലിജിബിൾ ആണ്. ഓക്കെ, ദെൻ അടുത്തത് പാരാമെഡിക്കൽ പ്രൊഫഷൻ എന്ന് പറയുന്നത് നമ്മുടെ BPT, BPharm, ദെൻ ലാബ് ടെക്നീഷ്യൻ, ഇങ്ങനെയുള്ള പാരാമെഡിക്കൽ പ്രൊഫഷൻ എല്ലാം ആഫ്റ്റർ രജിസ്ട്രേഷൻ 2 ഇയർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഇനി അടുത്തത് ഞാൻ ഇത്രയും കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു തന്നു. അതിനുശേഷം ജസ്റ്റ് നിങ്ങൾക്ക് ഒന്നുകൂടി ഞാൻ ഓടിച്ച് നോക്കാം. സ്റ്റെപ്സ് ഓഫ് പ്രോസസ്സ്, ഡേറ്റ ഫ്ലോ, എക്സാം രജിസ്ട്രേഷൻ, എലിജിബിലിറ്റി, അങ്ങനെ 3 സ്റ്റെപ്സ് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നമ്മൾ ഇതിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് എത്തത്തുള്ളൂ. ഇനിയും അടുത്തതായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇതിൻ്റെ കോമൺ ഡൗട്ട്സ്. എല്ലാവരും ചോദിക്കുന്ന കോമൺ കുറച്ച് ഡൗട്ട്സുകളുണ്ട്. അതായത് നമ്മൾ വിത്തൗട്ട് എക്സ്പീരിയൻസ് ഡേറ്റ ഫ്ലോ ചെയ്യാൻ പറ്റുമോ എന്നതാണ് കോമൺ ആയിട്ട് ചോദിക്കുന്നത്. വിത്തൗട്ട് എക്സ്പീരിയൻസ് നമുക്ക് ഡേറ്റ ഫ്ലോ ചെയ്യുന്നതിൽ തടസ്സമില്ല. പക്ഷെങ്കിൽ നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ പറഞ്ഞല്ലോ, നഴ്സസിന് മാത്രമേ ഫ്രഷറിനാണെങ്കിൽ എലിജിബിലിറ്റി ഉള്ളൂ എക്സാം എഴുതാനായിട്ട്. ബാക്കി എല്ലാ പ്രൊഫഷനും നമുക്ക് 2 ഇയർ മിനിമം എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഡേറ്റ ഫ്ലോ ചെയ്ത് നമുക്ക് എലിജിബിലിറ്റി കിട്ടത്തുള്ളൂ. ഇനി നെക്സ്റ്റ് വരുന്നത് ഗുഡ് സ്റ്റാൻഡിംഗ് സർട്ടിഫിക്കറ്റ്. ഈ ഗുഡ് സ്റ്റാൻഡിംഗ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഗുഡ് സ്റ്റാൻഡിംഗ് സർട്ടിഫിക്കറ്റിൽ എല്ലാവരും ചോദിക്കുന്ന ഡൗട്ടാണ്. ഫോർ എക്സാമ്പിൾ, എൻ്റെ മദർ രജിസ്ട്രേഷൻ കിടക്കുന്നത് കർണാടകയാണ്, ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് കേരളത്തിലാണ്, എനിക്ക് കേരള രജിസ്ട്രേഷനാണ് ഉള്ളത്. ഗുഡ് സ്റ്റാൻഡിംഗ് സർട്ടിഫിക്കറ്റ് 2 നഴ്സിംഗ് കൗൺസിൽ അല്ലെങ്കിൽ 2 കൗൺസിലിൽ നിന്ന് എടുക്കണോ എന്ന് ചോദിക്കുന്നൊരു ഡൗട്ടുണ്ട്. വേണ്ട, നമ്മളുടെ ആക്റ്റീവ് രജിസ്ട്രേഷൻ എവിടെയാണോ ആ കൗൺസിലിൽ നിന്ന് മാത്രം ഗുഡ് സ്റ്റാൻഡിംഗ് സർട്ടിഫിക്കറ്റ് എടുത്താൽ മതി. അടുത്തത് ചോദിക്കുന്നതാണ് എക്സ്പീരിയൻസ് ഗ്യാപ്പ്. ഈ എക്സ്പീരിയൻസ് ഗ്യാപ്പ് എന്ന് പറയുന്നത് നോർമലി നമുക്ക് 2 ഇയർ എക്സ്പീരിയൻസ്, അതായത് DHAയുടെ റൂൾ അനുസരിച്ച് റീസെൻറ്റ് 1 ഇയറിനകത്ത് നമുക്ക് അതായത് 1 ഇയർ ബിലോ നമുക്ക് ഗ്യാപ്പ് വരാൻ പാടുള്ളൂ എന്ന റൂളാണ്. എന്നാൽ എനിക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ 2 ഇയർ ഗ്യാപ്പ് ഉണ്ട്, എനിക്ക് എക്സാം എഴുതാൻ പറ്റുമോ എന്നുള്ള ഡൗട്ട് ചോദിക്കാറുണ്ട്. അവർക്ക് ഓപ്ഷനുണ്ട്. അവർക്ക് CNE എന്നൊരു പ്രോഗ്രാമുണ്ട്, അതായത് കണ്ടിന്യൂസ് നഴ്സിംഗ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം. നഴ്സസിനാണ് ഈ ഒരു ഓപ്ഷൻ വരുന്നത്. CNE പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവർ എലിജിബിൾ ആയിരിക്കും. ഇതാണ് കോമൺ ആയിട്ട് വരുന്ന ഡൗട്ടുകൾ. ഇനിയും അടുത്തത് വരുന്നത് പ്രോസസ്സിംഗ് ഫീ. എത്രയായിരിക്കും ഇതിന് കോസ്റ്റ് എന്നുള്ളത് നിങ്ങളുടെ എല്ലാവരുടെയും ഒരു ഡൗട്ടാണ്. ഞാനത് ക്ലിയർ ആക്കി തരാം. അതായത് ഡേറ്റ ഫ്ലോ ചെയ്യാൻ 935, അതായത് 935 AED ആണ് വരുന്നത്. INR വരുമ്പോൾ 27,500, അത് ഇൻക്ലൂഡിങ് GST എല്ലാം ചേർത്താണ് ഈ പറയുന്നത്. ദെൻ എക്സാമിനേഷൻ ഫീസ് $240 ആണ് വരുന്നത്. അത് INR വരുമ്പോൾ 22,500 ആണ്.
വരുന്നത്. ഇനി മൂന്നാമത്തെ സ്റ്റെപ്സ് ഞാൻ പറഞ്ഞല്ലോ, എലിജിബിലിറ്റി 220 AED ആണ് നമുക്ക് വരുന്നത്. ഇന്ത്യൻ റുപ്പി 6500 ആണ് വരുന്നത്. ഇനി ജസ്റ്റ് ഞാൻ ഇതിൻ്റെ പ്രോസസ്സിങ് ലിങ്ക്സ് ഒക്കെ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് ജസ്റ്റ് നോക്കാം. അതിനുശേഷം ഞങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്ന കസ്റ്റമർ കെയർ സപ്പോർട്ട്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും എന്നെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ വാട്സപ്പ് നമ്പർ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എനി ടൈമിൽ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് കോൾ ചെയ്യാവുന്നതാണ്. ഓക്കെ, എൻ്റെ ഇൻഫർമേഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ആൾ.